ഹലോ ഗൈസ്, എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ ട്യൂട്ടോറിയൽ വീഡിയോ ഓഫ് എക്സ്ലാൻറ്റിസിറ്റി. സോ ഈ വീഡിയോയിൽ നമ്മൾ ഫ്ലീക്ക ബാങ്ക് റോബറിയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫ്ലീക്ക ബാങ്ക് റോബ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഫുള്ളായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. സോ നമുക്ക് ഇത്രയും ഐറ്റംസ് ആണ് ഈ ഒരു റോബറി ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. സോ അവിടുന്ന് നമ്മൾ നേരെ ഈ ഒരു ഹാക്ക് ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തേക്ക് വരിക. അത് നമ്മൾ ഹാക്ക് ചെയ്ത് ആ ഒരു ഡോറ് നമ്മൾ തുറക്കണം. സോ ഫസ്റ്റ് നമുക്ക് അതിനകത്തേക്കുള്ള ഫിംഗർ പ്രിൻറ്റ് ഹാക്കിംഗ് ആണ് അതിനകത്ത് വരുന്നത്. സോ ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് നമ്മൾ ഹാക്ക് ചെയ്ത് ആ ഒരു ഡോറ് നമ്മൾ തുറക്കണം. സോ ഫസ്റ്റിലെ നമുക്കത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതെല്ലാം താഴെ റൈറ്റ് ബോട്ടം കോർണറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആരോ കീസ് എൻ്റർ വെച്ചൊക്കെയാണ് സെലക്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. സോ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഹാക്കിംഗ് നമുക്ക് സക്സസ് ആക്കി എടുക്കാം. സോ എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു ഹാക്ക് പ്രോസസ്സിങ് ആയിട്ടുണ്ട്. സോ ഓക്കെ, സിഗ്നൽ മാച്ച് ആയിരിക്കുകയാണ്, സക്സസ് ആയിരിക്കുകയാണ്. ഫസ്റ്റ് ഹാക്കിംഗ് സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കീപാഡ് ഡിസേബിൾ ആയിട്ടുണ്ട്. സോ ഇനി ഡോറ് തുറന്ന് നമ്മൾ ബാങ്കിനകത്തേക്ക് കയറുക. അകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുണ്ട്. ഈ ഒരു ബോർഡിൽ ഈ കറക്റ്റ് നേരെ കാണുന്ന ഈ ഒരു ബോർഡിൽ ഓൾട്ട് കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എംപ്ലോയി ലിസ്റ്റ് കാണിക്കും. സോ ഈ എംപ്ലോയിക്കകത്ത് കുറേ പേരുകളുണ്ട്. ആ പേരുകളെല്ലാം നമുക്ക് ഇവിടെ വേണ്ടുന്ന ക്ലൂസ് ആണ്. സോ ഇവിടെ വരിക, ഈ ഒരു റോയിലേക്ക് വരിക. ഇവിടെ നമ്മൾ ഓൾട്ട് കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സെർച്ച് ഓപ്ഷൻ കാണിക്കും. സെർച്ച് ത്രൂ പേപ്പേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. സോ അതിനകത്ത് നമ്മൾ ഈ ഒരു ഇത് നമുക്ക് തരാൻ പോകുന്ന ഒരു ഹിൻ്റാണ്. ഈ സെർച്ച് ത്രൂ പേപ്പേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് പ്രോസസ്സിങ് ആണ്. സോ ഇതിനകത്തുനിന്ന് ഒരു ഹിൻറ്റ് നമ്മൾ അതിൻ്റെ കറക്റ്റ് ഒരു ഇത് കണ്ടുപിടിക്കണം. ഇവിടെ ഹിഡൻ ലാസ്റ്റ് നെയിമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൽ ലാസ്റ്റ് നെയിം സ്റ്റാർട്ട് ചെയ്യുന്ന എച്ചും എൻഡ് ചെയ്യുന്നത് എല്ലിലുമാണ്. ഫ്രം മിസ്സിങ് നെയിംഡ് സോഫി. സോ സോഫി എന്ന് പറയുന്ന ഒരു ആളുടെ ലാസ്റ്റ് നെയിമാണ് നമ്മൾ ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കേണ്ടത്. അതായത് നേരത്തെ തൊട്ട് മുമ്പ് കണ്ട എംപ്ലോയി ലിസ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. എച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യും, എല്ല് വെച്ച് അവസാനിക്കും. അതാണ് നമ്മുടെ ഹിൻഡ് എന്ന് പറയുന്നത്. സോ എംപ്ലോയി ലിസ്റ്റിൽ പോയി നോക്കാം. എംപ്ലോയി ലിസ്റ്റിനകത്ത് നമ്മുടെ സോഫി എന്ന് പറഞ്ഞ നെയിം ഇതാ ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ ലാസ്റ്റ് നെയിം തുടങ്ങുന്നത് എച്ച് വെച്ചും എൻഡ് ചെയ്യുന്നത് എല്ല് വെച്ചുമാണ്. ഓക്കെ, അപ്പോൾ ഈ വേറെ സോഫീസ് ഏതെങ്കിലും ഉണ്ടോ നോക്കുക. സെയിം സ്പെല്ലിങ് തന്നെ ആണെന്ന് നോക്കുക. ഇതിൽ സ്പെല്ലിങ് ഇത് സോഫിയായും ഇത് സോഫിയും എന്നാണ്. സോ ഇത് ഒരിക്കലും വരത്തില്ല. അത് കണക്ക് തന്നെ സി വെച്ചും കെ വെച്ചുമാണ്. സി വെച്ച് തുടങ്ങുന്നു, കെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ട ആദ്യത്തെ ഇത് തന്നെയാണ്, ഹാൾ എന്നാണ് ആ ഒരു ഫസ്റ്റ് കോഡ് നമുക്ക് വേണ്ടത്. ആൻഡ് വീണ്ടും സെർച്ച് ചെയ്യുക, സെർച്ച് ഓപ്ഷൻ കൊടുക്കുക, സെർച്ച് ത്രൂ പേപ്പേഴ്സ് എടുക്കുക. നമുക്ക് ഇവിടെ വീണ്ടും അടുത്ത ക്ലൂ നമുക്ക് നോക്കാം. സോഫി ഫ്രം മിസ്സിംഗ് ഈസ് എ ഡെനേഷ് നെയ്ബർ സെക്യൂറിങ്. ഓക്കെ, നമുക്ക് ഈ ഒരു സോഫിയുടെ എത്ര സോഫീസ് ഉണ്ടെന്ന് നോക്കുക നമുക്ക് ഇതിനകത്ത്. സോ നമുക്ക് സെയിം ആ നേരത്തെ എടുത്ത ഹോളെന്ന് എടുത്ത ആളുടെ ആ ഒരു ഇതിൻ്റെ തന്നെ സോഫി എടുക്കുക. അതിൻ്റെ 20 സോ അതെടുക്കുക. അതിന് 31 ആണ് കാണിക്കുന്നത്. സോ അടുത്ത കോഡ് സെർച്ച് ചെയ്യുക. അടുത്ത ക്ലൂ ആണ് നമ്മളിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നെയിം സ്റ്റാർട്സ് വിത്ത് എസ് ആൻഡ് എൻഡ്സ് വിത്ത് എ. ആൻഡ് വെർമൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്. സോ അതും നമുക്ക് ആ ഒരു ലിസ്റ്റിൽ പോയി നോക്കണം. ആ ഒരു പ്ലേസും നോക്കണം, ഈ എസും എയും എന്നുള്ള ആ ഒരു ക്ലൂ നോക്കണം. അതിൻ്റെ ആ ഒരു പേരാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് എംപ്ലോയി ലിസ്റ്റ് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് വെർമെൻ്റ് എന്ന് പറഞ്ഞ സ്ഥലം ആരെങ്കിലും എവിടെയാണ് ഉള്ളത് നോക്കുക. വെർമെൻ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ, അതായത് സോഫിയ, ലാസ്റ്റ് നെയിം ക്ലർക്ക്, ഏജ് 28, ഈ ഒരു ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഹാൾ 31 സോഫിയ എന്ന് പറഞ്ഞ പേരാണ് നമുക്ക് ക്ലൂ എന്ന് കിട്ടിയാൽ നമ്മുടെ ഈ 3 ക്ലൂവും ഒരുമിച്ച് നമ്മൾ അടുത്ത കീപാഡിലേക്ക് അൺലോക്ക് ചെയ്യാം. അതായത് ഇവിടെ വന്ന് നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ ഈ ഒരു 3 കീയും കിട്ടിയാൽ മാത്രമേ ഈ ഇവിടെ ഓൾട്ട് ഞെക്കി നമുക്കിത് അൺലോക്ക് ചെയ്യാൻ പറ്റൂ, ഇത് ഡിസേബിൾ ചെയ്യാൻ പറ്റൂ. സോ നമുക്കിത് ഡിസേബിൾ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഡിസേബിൾ ആയി കഴിഞ്ഞ് നമുക്ക് അകത്തേക്ക് കയറാം. സോ ഇനി ഇവിടെ വന്നതിന് ശേഷം നമുക്ക് സെർച്ച് ചെയ്യണം, ലുക്കിംഗ് ത്രൂ ലോക്ക് ബോക്സസ്. സോ നമുക്ക് ഇവിടെ ഇനി എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അത് സെർച്ച് ചെയ്തെടുക്കുക. വീണ്ടും സെർച്ച് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ഒരു കീ കിട്ടിയിട്ടുണ്ട്, ഫ്ലീക്കയുടെ കീ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത്
നേരെ ഇവിടുത്തെ വയേഴ്സ് കട്ട് ചെയ്യണം. അതിന് ശേഷം ഓക്കെ, ഇനി ഇവിടെ നമ്മൾ അൺലോക്ക് വോൾട്ട് എന്നും പറഞ്ഞ് വോൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫ്ലീക്ക കാർഡ് നമ്മുടെ ഇന്ന് റിമൂവ് ആയിട്ടുണ്ട്. കണക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലീക്ക ബാങ്കുമായിട്ടുള്ള സെർവറുമായിട്ട്. സോ വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ കീപാഡ് ഡിസേബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ഡോറ് അങ്ങനെ തുറന്നു വരുന്നുണ്ട്. സോ അകത്തേക്ക് കയറുക. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഷെൽഫിലും കാര്യങ്ങളും ഈ ഒരു സെല്ലിനകത്തും ഒക്കെ ആയിട്ട് ക്യാഷുകൾ ഇരിക്കുന്ന കാണാം. ഈ ക്യാഷുകളെല്ലാം നമുക്ക് എടുക്കാം. അതിനു മുമ്പേ ഇതിനകത്ത് എംപ്ലോയി പിക്ചേഴ്സ് നമ്മൾ ചേർക്കാനുണ്ട്. സോ ഈ എംപ്ലോയി പിക്ചേഴ്സ് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പ്രിൻ്ററിൻ്റെ അടുത്ത് വന്ന് നിന്ന് നമ്മൾ ഈ ഒരു എംപ്ലോയി പിക്ചർ ഇവിടെ ഓൾട്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എംപ്ലോയി പിക്ചർ എടുക്കാൻ പറ്റും. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. എംപ്ലോയി പിക്ചർ സ്കാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അൺലോക്ക് ചെയ്ത് ഇൻസേർട്ടിങ് കീ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ അൺലോക്ക് ചെയ്യാം. നമുക്ക് നേരത്തെ അവിടെ നിന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ബാങ്ക് കീ ആണ്. ആൻഡ് ഇവിടുന്ന് നമുക്ക് ക്യാഷ് ഗ്രാബ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. സോ ഇത്രയാണ് ഫ്ലീക്ക ബാങ്ക് റോബറി എന്ന് പറയുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ്സ് ചോദിക്കുക. വി വിൽ റിപ്ലൈ ഫോർ ദാറ്റ്. ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ് ആൻഡ് ബൈ ഗൈസ്.